മാവോ പിന്നെ കേരളത്തിലെ എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഞാൻ വേണമെങ്കിൽ അവരുടെ ജീവചരിത്രം ഇവിടെ വിവരിക്കാൻ സമയമുണ്ട് ഓരോരുത്തരെയും. ഇപ്പൊ ചേട്ടന് ഇത് ഈ ഒരു പ്രവൃത്തി അതായത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി കേരളത്തിൽ കംപ്ലീറ്റ് ഒരു വേറൊരു ഇമേജ് ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു വിട്ടു. അപ്പോഴുണ്ടായിരുന്ന മാനസികാവസ്ഥ എനിക്കൊരു മാനസികാവസ്ഥയില്ല. കാരണം ഇവിടെ 356 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് വിധേയനായ ശ്രീ പിണറായി വിജയൻ നടക്കുന്നുണ്ടാ തോന്നുന്നു നമ്മുടെ പത്മശ്രീ അവാർഡ് വാങ്ങിക്കാൻ നടക്കുന്ന പോലെ. ഞാനങ്ങനെയല്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒരു ആരോപണം വന്നു, എന്റെ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തു. ഒരു മാന്യനായ നേതാവിനെ അന്വേഷണ കമ്മീഷനായി വെച്ചു. അദ്ദേഹം അന്വേഷണം നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ നിരപരാധിയാണെന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടാണ് എന്നെ തിരിച്ചെടുത്തത്. ഇതെന്തുകൊണ്ട് പിണറായി വിജയൻ ചെയ്തില്ല? തനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ ആ സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിട്ട് തന്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിരിക്കാൻ വിജയൻ തയ്യാറായോ? അയ്യോ. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തു. എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ വെച്ചു, അന്വേഷണം നടത്തി, റിപ്പോർട്ട് വാങ്ങിച്ചു. ആ റിപ്പോർട്ടിൽ 1% പോലും ഞാൻ കുറ്റക്കാരനല്ലെന്ന് ശ്രീ SP മൊയ്തീൻ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരിച്ചെടുത്തത്. അപ്പോ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചു. പിന്നെ എനിക്കെതിരെ ഇവിടെ ആരും ആരോപണം ഉന്നയിച്ചില്ല. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച PDPക്കാരും മാർക്സിസ്റ്റുകാരുമാണ്. അല്ല ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്തായാലും നമുക്ക് തിരിച്ചു വരാം. ഒന്ന് എന്തായാലും ഒന്ന് തണുത്തിട്ട് തിരിച്ചു വരാം.